നമസ്കാരം. US ഏർപ്പെടുത്തിയ ഉപരോധത്തെ വെല്ലുവിളിച്ച് റഷ്യൻ ആഡംബര കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുകയാണ്. മേഖലയിലെ അമേരിക്കൻ ഉപരോധം കടുപ്പിക്കുകയും സ്വകാര്യ കപ്പലുകൾ ഈ പാത ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റഷ്യൻ പതാകയേന്തിയ കപ്പലിന്റെ നിർണായകമായ നീക്കം. അതേസമയം US നാഷണൽ സയൻസ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിരിച്ചുവിട്ടു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഒപ്പം രാജ്യത്ത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ ഗ്യാസ് ബുക്കിംഗിലും അടിമുടി മാറ്റം വരികയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. US ഏർപ്പെടുത്തിയ ഉപരോധത്തെ വെല്ലുവിളിച്ച് റഷ്യൻ ആഡംബര കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ അടുത്ത അനുയായിയും സ്റ്റീൽ വ്യവസായിയുമായ അലക്സി മൊദാർഷോവിന്റെ ഉടമസ്ഥതയിലുള്ള നോർഡ് എന്ന സൂപ്പർ യാച്ചാണ് ഹോർമുസിലൂടെ സുരക്ഷിതമായി കടന്നുപോയത്. ഏകദേശം $500 മില്യൺ വിലമതിക്കുന്ന 142 മീറ്റർ നീളമുള്ളതാണ് ഈ അത്യാധുനിക കപ്പൽ. ദുബായിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെ അൽ മൗജ് മറീനയിൽ നങ്കൂരമിട്ടു. മേഖലയിൽ അമേരിക്കൻ ഉപരോധം കടുപ്പിക്കുകയും സ്വകാര്യ കപ്പലുകൾ ഈ പാത ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റഷ്യൻ പതാകയേന്തിയ നോർഡിന്റെ ഈ നിർണായകമായ നീക്കം. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള തർക്കം തുടരുന്നതിനിടെ ഇറാനും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും വ്ളാദിമിർ പുടിനും നടത്തിയ കൂടിക്കാഴ്ച ഇതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ഇറാന് പുടിൻ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തെ മൊത്തം ക്രൂഡ് ഓയിൽ LNG വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ ആഗോള സാമ്പത്തിക മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സംഘർഷം നിലനിൽക്കുന്നതിനാൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $109 ഉയർന്നു. അപ്രതീക്ഷിത നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US നാഷണൽ സയൻസ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിരിച്ചുവിട്ടു. അമേരിക്കയുടെ ശാസ്ത്ര എഞ്ചിനീയറിംഗ് നയങ്ങളിൽ പ്രസിഡന്റിനും US കോൺഗ്രസിനും ഉപദേശം നൽകുന്ന സ്വതന്ത്ര സമിതിയാണ് 1950 സ്ഥാപിതമായ ഈ ബോർഡ്. പുതിയ ഭരണകൂടത്തിന്റെ നയങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കാനാണ് വൈറ്റ് ഹൌസിന്റെ നീക്കമെന്ന് കരുതുന്നു. അമേരിക്കയിലെ പ്രശസ്ത ശാസ്ത്ര ഗവേഷണ ഏജൻസിയായ നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ മേൽനോട്ട ചുമതലയുള്ളതാണ് നാഷണൽ സയൻസ് ബോർഡ്. ഇതിലെ 20-ലധികം വരുന്ന ബോർഡ് അംഗങ്ങൾക്ക് മുന്നറിയിപ്പില്ലാതെയാണ് പിരിച്ചുവിടൽ അറിയിപ്പ് ലഭിച്ചത്. ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രം ആണവ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ആണവ പ്രശ്നം ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ പരിഹരിക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ട്രംപും ഉപദേശകരും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ. യുദ്ധം തീരുന്നതുവരെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ മാറ്റിവയ്ക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നീക്കണമെങ്കിൽ ആണവ വിഷയത്തിൽ വ്യക്തമായ പരിഹാരം വേണമെന്ന് US ആവശ്യപ്പെടുന്നു. ആണവ ചർച്ചകൾ മാറ്റിവെച്ച് ഉപരോധം നീക്കുന്നത് അമേരിക്കയുടെ പക്കലുള്ള പ്രധാന വിലപേശൽ ശേഷി നഷ്ടപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ കരുതുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ ഗ്യാസ് ബുക്കിംഗിലും അടിമുടി മാറ്റം. മെയ് 1 മുതൽ രാജ്യത്തെ LPG ഉപഭോക്താക്കൾക്കായി പുതിയ നയങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. സിലിണ്ടർ ബുക്കിംഗ്, ഡെലിവറി രീതികൾ, വില നിർണയം എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ആഗോള ഊർജ്ജ വിപണിയിലുണ്ടായ അനിശ്ചിതത്വം കണക്കിലെടുത്ത് എണ്ണ കമ്പനികൾ വിതരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. പുതിയ പരിഷ്കാരം അനുസരിച്ച് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇനി ഓരോ ബുക്കിംഗിനും ഇടയിൽ 25 ദിവസം കാത്തിരിക്കണം. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമായി ഉയർത്തി. 2 സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് 1 സിലിണ്ടർ വാങ്ങി അടുത്തത് ബുക്ക് ചെയ്യാൻ 35 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ സ്ഥാപിക്കാൻ റിലയൻസ്. ആന്ധ്രയിലെ വിശാഖപട്ടണത്താണ് ഡാറ്റാ സെന്റർ വരുന്നത്.
പദ്ധതിക്കായി 1.6 ലക്ഷം കോടിയാകും നിക്ഷേപം നടത്തുക. ഡാറ്റാ സെന്ററിനു പുറമെ കമ്പനിയുടെ ആവശ്യത്തിനുള്ള സൗരോർജ്ജ പദ്ധതിയും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും ഉണ്ടാകും. ആന്ധ്രയിൽ തന്നെ ഗൂഗിൾ സ്ഥാപിക്കുന്ന 1 ജിഗാവാട്ട് ഡാറ്റാ സെന്ററിനേക്കാൾ വലുതാണ് റിലയൻസ് സ്ഥാപിക്കുന്നത്. ഗൂഗിൾ ഉൾപ്പെടെയുള്ള മറ്റ് ആഗോള കമ്പനികളുടെ നിക്ഷേപത്തിനൊപ്പം റിലയൻസിന്റെ 1.5 ജിഗാവാട്ട് പദ്ധതി കൂടി വരുന്നതോടെ ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഡിജിറ്റൽ സാമ്പത്തിക മേഖലയിലെ പ്രധാന കേന്ദ്രമായി മാറും. ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ച് മക്കയിൽ തങ്ങിയ 100 കണക്കിന് വിദേശികൾ അറസ്റ്റിൽ. ഏപ്രിൽ 18 മുതൽ സന്ദർശക വിസയിലുള്ളവർക്ക് മക്കയിൽ തങ്ങാൻ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. താമസ കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ നാടുകടത്തലും വൻ തുക പിഴയും ശിക്ഷയായി ലഭിക്കും. ഹജ്ജിനോടനുബന്ധിച്ച് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് വ്യാപക പരിശോധന. വീടുകൾ കയറിയും റോഡുകളിൽ പ്രത്യേക ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചും പരിശോധനയുണ്ട്. ഹജ്ജ് പെർമിറ്റ്, മക്ക ഇഖാമ, ജോലി ചെയ്യാനുള്ള അനുമതി പത്രം എന്നിവ മക്കയിൽ തങ്ങാൻ നിർബന്ധമാണ്. അനധികൃതമായി മക്കയിൽ താമസിക്കാൻ സഹായിക്കുന്നവർക്കും 1 ലക്ഷം റിയാൽ പിഴ ലഭിക്കും. ഇൻഷുറൻസ് മേഖലയിലെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നിർണായക നീക്കവുമായി കുവൈത്ത് ഇൻഷുറൻസ് റെഗുലേറ്ററി യൂണിറ്റ്. ഇനി മുതൽ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള എല്ലാത്തരം സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് വഴിയോ അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾ വഴിയോ മാത്രമേ നടത്താവൂ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ ഉപയോക്താക്കളിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. രാജ്യത്തെ സാമ്പത്തിക സുരക്ഷ ശക്തമാക്കുന്നതിനും ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കുന്നതിനുമാണ് ഈ പുതിയ മാറ്റം. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ആന്റിവനം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാമ്പുകടിയേൽക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുകയെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഡിസംബർ വരെ 6 ലക്ഷം പേർ ആന്റി റാബീസ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. കൃത്യമായി പരിശോധിച്ച് ഒരു പ്രശ്നവുമില്ലെന്ന് തെളിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ അനുവദിച്ച 352 താൽക്കാലിക ബാച്ചുകൾ തുടരുന്നതിൽ തീരുമാനമെടുക്കാത്ത സർക്കാർ. ഫയൽ ഫെബ്രുവരി ആദ്യം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ചെങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെട്ട പരിഗണിക്കാതിരുന്നത് അടുത്ത അധ്യയന വർഷത്തിൽ +1 പ്രവേശനത്തിൽ പ്രതിസന്ധിക്കിടയാക്കും. മെയ് 3-ാം വാരം SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചാൽ തൊട്ടു പിന്നാലെ +1 പ്രവേശനത്തിന് വിജ്ഞാപനമിറങ്ങും. കഴിഞ്ഞ വർഷം വരെ 1-ാം ഘട്ട അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടിരുന്ന രീതിയിൽ തന്നെ താൽക്കാലിക ബാച്ചുകൾ തുടരാനും 30% വരെ ആനുപാതിക സീറ്റ് വർദ്ധിക്കുമെന്ന തീരുമാനമെടുത്തിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതോടെ പുതിയ സർക്കാർ വന്ന ശേഷമേ ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ. ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് ബാച്ചുകൾ നിലനിർത്തുന്നതിനും സീറ്റ് വർധനവിലും തീരുമാനമെടുക്കാനുള്ള ഫയൽ ഡയറക്ടർ നേരത്തെ സമർപ്പിച്ചത്. 314 അധിക താൽക്കാലിക ബാച്ചുകളും 38 ഷിഫ്റ്റ് ചെയ്ത ബാച്ചുകളും തുടരാനുള്ള തീരുമാനമാണ് +1 പ്രവേശന വിജ്ഞാപനത്തിന് മുൻപ് വേണ്ടത്. ഈ 352 ബാച്ചുകളിൽ 235 മലപ്പുറം ജില്ലയിലാണ്. കാസർഗോഡ് 34 ബാച്ചുകളും കോഴിക്കോട് 31 ബാച്ചുകളുമാണുള്ളത്. കണ്ണൂരിൽ 19, പാലക്കാട് 18, വയനാട്ടിൽ 9, തൃശൂർ 5, കൊല്ലം 1 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ താൽക്കാലിക ബാച്ചുകളുടെ എണ്ണം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം KECBയുടെ വീഴ്ചയെന്ന സൂചന. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള 3 കരാറുകൾ അവസാനിച്ചിട്ടും പുതിയ കരാറുകൾ തയ്യാറാക്കിയില്ല. പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ബുക്ക് ചെയ്യാത്തതിലും വീഴ്ച സംഭവിച്ചു. ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. പീക്ക് ലോഡിൽ വൈദ്യുതി നിയന്ത്രണം പലയിടത്തും 1 മണിക്കൂറിന് മുകളിലാണ്. വൈദ്യുത പ്രതിസന്ധി രൂക്ഷമാക്കിയത് ബോർഡിന്റെ ഭാഗത്തു വന്ന ഗുരുതര വീഴ്ചയാണെന്നും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള 3 കരാറുകളുടെ കാലാവധിയും ഈ മാസം അവസാനിച്ചിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് പുതിയ കരാർ ഉണ്ടാക്കുന്നതിൽ KECB ഗുരുതര വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർത്തിയാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി നയന ചേരും. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.